ഞങ്ങൾ തുടർഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല. അത് മനസ്സിലായോ പറഞ്ഞത്? ഇപ്പം നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ പാവപ്പെട്ട പാവപ്പെട്ട പാവപ്പെട്ട. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ഈ മലയാള പദം പാവപ്പെട്ട എന്നുള്ളത് അവസാനിക്കും. എന്ന് പറഞ്ഞാൽ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നേടിയിട്ടുള്ള രാജ്യങ്ങളിലെ പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കാൾ ആ ജീവിതത്തിലെ കേട്ടോ, കാരണം ഞാൻ തന്നെ പ്രസംഗിക്കുന്നുണ്ട്, മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മുതലാളിത്ത സമൂഹത്തിൽ അതാണ്. അപ്പോൾ ഏറ്റവും താഴെയുള്ള ദരിദ്രരായ ജനങ്ങളെക്കാളെല്ലാം മേലെ ലോകത്തിലെ വികസനം നേടിയ രാജ്യങ്ങളിലെ ജനങ്ങളോടൊപ്പം കേരളത്തെ എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മലയാളം ഞാൻ ആദ്യം പറഞ്ഞത്. പാവങ്ങൾ എന്ന പ്രയോഗം ഇനി മലയാള ഭാഷയിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാനുണ്ടാവില്ല. അത്തരത്തിലുള്ളൊരു നാടാക്കും എന്നുള്ളതാണ് ഞങ്ങളെ ഉന്നം. പറയട്ടെ എന്നാൽ വി സതീശൻ എന്താ ഉന്നം? ഇല്ല ഇല്ല, പരസ്യമായിട്ട് തള്ളി പറഞ്ഞല്ലോ ഞാൻ. എന്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കാതെ നിങ്ങളെ പത്രത്തിൽ കൊടുക്കൂല, പിന്നെ ദേശാഭിമാനിയോട്ട് വായിക്കുകയും ചെയ്യില്ല. അത് രണ്ടും വന്ന പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നത് എന്ത് കാര്യമുള്ളൂ? ഞാനന്നേ പറഞ്ഞാണ്, ശക്തിയെ പറഞ്ഞാണ്, പത്രസമ്മേളനത്തിനും പറഞ്ഞാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ നിങ്ങൾ കൊടുക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഇപ്പം പറയുന്നു. വർഗീയ പരാമർശത്തിന്റെ ഭാഗമായ ഒരു പ്രയോഗത്തിനും ഞങ്ങളുടെ പിന്തുണയില്ല. അന്നുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. പോരെ, മതി, ശരി, മതിയാക്കും. പിന്നെന്താ സംശയം? ഭവന സന്ദർശനം തന്നെയാണ് റിസൾട്ട്. ഇന്ന് മാതൃവേദി വെച്ചിട്ടില്ല ചോദിക്കുന്നത്. ആരെ? അത് ശരിക്കും വായിക്കായിട്ടാണ്, വായിച്ചു പോകണം. ശരിക്കും മാതൃഭൂമി തന്നെ വായിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ കൊടുക്കുന്ന കത്തിനെ പറ്റിയില്ല നിങ്ങളോട് പറയണോ? അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കൊടുത്ത കത്തിനെ പറ്റിയില്ല നിങ്ങളോട് പറയില്ലല്ലോ. നിങ്ങളത് ചകഞ്ഞ് നോക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നോക്കിക്കോ, ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പരിശോധിക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ സ്വയം വിമർശനം നടത്തുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ നെഗറ്റീവായിട്ട് കൊടുക്കുന്ന വാർത്തക്കകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ആ പോസിറ്റീവ് വശമുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചോ.